അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യം തന്നെ പറയാനുള്ളത് ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ അവസാനത്തെ വീഡിയോ ആണിത്. ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് മുംബൈയിലെ അന്തേരിയിലാണ്. ഇത് നമ്മുടെ അഫ്നാസ് ബ്രോനെ ഇന്നലെ രാത്രി കിട്ടിയതാ. ഇന്നലെ രാത്രി റൂമൊക്കെ നടന്നിട്ട് എൻ്റെ ഡോർമെറ്ററി അവിടെ ചെന്നപ്പോൾ അടുത്തേക്ക് യൂട്യൂബറല്ലേ പാകിസ്ഥാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. നമ്മൾ ആ പാകിസ്ഥാൻ വീഡിയോ ആണ് കുറച്ച് റീച്ച് ആയിട്ടുള്ളത്. അതുകൊണ്ട് കുറേ ആൾക്കാർ നമ്മളിപ്പോൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. വലിയ സന്തോഷമായി. മച്ചാൻ്റെ കൂടെ ആയിരുന്നു ഇന്നലെ രാത്രി ചെറിയ ഡോർമെറ്ററിയും കാര്യങ്ങളും രാത്രി ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു ഞാൻ എത്തിയപ്പോഴത്തേക്ക് ലേറ്റായി. റൂം നോക്കി ഞാൻ ഇവിടെ ഈ ഒരു സിറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് താമസിക്കാനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ്. നല്ലൊരു റൂം കിട്ടുക കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് വന്ന് കിടന്നപ്പോഴത്തേക്ക് 12:30 കഴിഞ്ഞില്ലേ. പിന്നെ പുള്ളിക്കാരൻ സൊമാറ്റോയിൽ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോകണം. അപ്പോൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണം, പിന്നെ സൈക്കിളും കാര്യങ്ങളും പാർസൽ ചെയ്യണം. പുള്ളിക്കാരനായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. എന്തെങ്കിലും പറയണ്ട? എങ്ങനെയുണ്ട് ബോംബെ സിറ്റിയൊക്കെ? ഫുള്ളിപ്പോൾ കറങ്ങണമെന്നുണ്ട്. ഇതേ നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെയാണ്. ഫുള്ളായിട്ടൊന്നും കറങ്ങണമെന്നുണ്ട്. പക്ഷേ നമുക്ക് പെട്ടെന്ന് നാട്ടിലോട്ട് എത്തേണ്ട കാര്യമുണ്ട്. എന്തായാലും ടിക്കറ്റ് കിട്ടും, നോക്കിയിട്ട് വരാം. ടിക്കറ്റും കാര്യങ്ങളും കിട്ടി. പാൻവെല്ലിൽ നിന്ന് കുറ്റിപ്പുറം വരെയാണ് ടിക്കറ്റ്. 118 വെയിറ്റിംഗ് ലിസ്റ്റ്. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് വന്ന് ചുമ്മാ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി കയറിയതാണ്. ദോശ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾ ഇന്ത്യ റൈഡ് ഇവിടെ വെച്ച് തീർക്കാണ്. അപ്പോൾ ആദ്യം ഫസ്റ്റ് കന്യാകുമാരി ടു ഓൾറെഡി മഹാരാഷ്ട്ര ബോർഡർ വരെ വന്നായിരുന്നു. എന്നിട്ട് കാശ്മീരിൽ നിന്ന് വീണ്ടും റൈഡ് ചെയ്തിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് മഹാരാഷ്ട്ര വരെ. അതിൻ്റെ ഇടയിൽ ബോംബെ ടു നമ്മുടെ ലാസ്റ്റ് അവിടെ എത്തിയതാണ്. ബെൽഗാവ് വരെയുള്ളൊരു ചെറിയ ഡിസ്റ്റൻസ് ഉണ്ട്. എന്തായാലും നമ്മൾ സ്കിപ്പ് ചെയ്തു. അത്യാവശ്യമായിട്ട് നാട്ടിൽ പോകേണ്ട കാര്യമുണ്ട്. അപ്പോൾ എന്തായാലും ഓൾ ഇന്ത്യ ഇവിടെ ചെയ്ത് തീർക്കുന്നു. അടുത്ത യാത്രകളും അടുത്ത കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് പ്ലാൻ ചെയ്തിട്ട് സൈക്കിൾ റൈഡ് എത്രത്തോളം പോസിബിളെന്ന് അറിഞ്ഞൂടാ. മസാല ദോശയും ഞാനൊരു പ്ലെയിൻ ദോശയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കുന്നു. ഇവിടെ റൂമിൻ്റെ അവിടെ പോയിട്ട് സൈക്കിളൊക്കെ പാക്ക് ചെയ്തിട്ട് പാൻവേൽ വേണം. പാൻവേലിക്ക് ഇവിടുന്ന് ഏകദേശം 45 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ അവിടെ പോയിട്ട് സൈക്കിൾ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ പാക്ക് ചെയ്തിട്ട് നമ്മുടെ ട്രെയിനിൻ്റെ അടിയിൽ തന്നെ വീട്ടിൽ വെക്കാനുള്ള പരിപാടി നോക്കാം. തുടങ്ങിക്കോ. ആ സെൻറ്ററിൽ കിട്ടോ. അപ്പോൾ നമ്മൾ സൈക്കിളും കാര്യങ്ങളൊക്കെ വീണ്ടും പാക്ക് ചെയ്ത് ഇവിടെ നേരെ അന്തേരി പോകുന്നു. അന്തേരില്ല, പാൻവേൽ പോകുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ നാട്ടിൽ ഒന്ന് കാണാം. അപ്പോൾ ഓക്കെ മുത്തേ. ഓക്കെ, നാട്ടിൽ പോയി. പാൻവേൽ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തി. പാർസൽ ഓഫീസിലാണ് ഉള്ളത്. ഞാൻ എന്തായാലും പാർസൽ ചെയ്യുന്നില്ല, ഞാൻ തന്നെ പാക്ക് ചെയ്യുന്നത്. എനിക്ക് ഇതുപോലത്തെ ഒരു ബാഗ് കിട്ടണം. ഇത് പൊതിനെ പോലത്തെ ഒരു കവർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ പാക്ക് ചെയ്യാം. ഒരു 2-3 കിലോമീറ്റർ ഒന്ന് ചുറ്റിക്കറങ്ങി ഒരു ടെക്സ്റ്റൈൽസിൽ പോയിട്ട് അവിടെ ഉണ്ടാകുന്നൊരു ബോക്സിലുണ്ടാകുന്ന കവറൊക്കെ വലിച്ചൂരി കൊടുന്നു. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ കയറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി സൈക്കിളിന് പൊളിച്ചെടുക്കാൻ പോവാണ്. സൈക്കിൾ പൊളിച്ചെടുക്കിയിട്ട് ഊരി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. പൊളിച്ചടുക്കി ഒരു വിധമാക്കി വെച്ചിട്ടുണ്ട്. ഇതേ സൈക്കിൾ ഫ്രണ്ട് ടയർ ഊരി ഹാൻഡിലൊന്ന് ബെൻഡ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ഇളകത്തില്ല. അങ്ങനെ ക്രോസ് ചെയ്തിട്ട് അതിനകത്ത് കയറ്റി സെറ്റ് ചെയ്ത് വെച്ച് വെക്കുകയാണ്. സീറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. അതുപോലെ പെഡലിൻ്റെ ഇതൊക്കെ ഊരി, ചെയിനൊക്കെ എടുത്ത് ഊരി, നമ്മുടെ ബാക്ക് ടയർ ഊരി, അതുപോലെ തന്നെ കേരിയറും കാര്യങ്ങളൊക്കെ ഊരി വെച്ചിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ ഇതായിരിക്കുന്നു. കേരിയർ, സ്റ്റാൻഡ്, പിന്നെ പെഡല്, മറ്റുള്ള സംഭവങ്ങളൊക്കെ ഇനി മൊത്തത്തിലൊന്ന് എല്ലാം കൂടെ പാക്ക് ചെയ്ത് സെറ്റാക്കണം. അങ്ങനെ 2 ടയറും നമ്മുടെ ഫ്രെയിമും എല്ലാം കൂടെ സെറ്റ് ചെയ്തു. നല്ല എല്ലാം കൂടെ ഒറ്റതിൽ മേലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇനി ടാർപ്പോയിലിട്ടിട്ട് ഒന്ന് പൊതിഞ്ഞെടുത്തിട്ട് അതേ ആ കാണുന്ന ചാക്കിലൊക്കെ വെച്ചിട്ടൊന്ന് കെട്ടാം, സെറ്റാക്കാം. അങ്ങനെ ഇതേ നമ്മുടെ ഫുൾ പാക്കിങ് കഴിഞ്ഞു. സൈക്കിള് 2 വീലും മറ്റെല്ലാം കൂടി സെറ്റ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ സൈക്കിളിൻ്റെ ബാഗ്, ഹെൽമെറ്റ്, എൻ്റെ ബാക്ക് പാക്ക്, ടെൻറ്റ്, സ്ലീപ്പിംഗ് ബാഗ്, ഇത്രയും സാധനങ്ങൾ ഇനി ചുമന്നുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ പോകണം. അതിനാരെങ്കിലും കിട്ടും നോക്കട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ പതുക്കെ ഇത് ഇരുന്നിട്ട് ഞാനൊരു കോളനിയിലുള്ള റെയിൽവേ കോളനിയിൽ ഇവിടുന്ന് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുറേ നേരമായിട്ട്. ഇപ്പം അതിനെന്താ ചെയ്യുന്നതെന്ന് കുറേ പിള്ളേരൊക്കെ വന്ന് എൻ്റെ കൂടെ ഒന്ന് നോക്കിപ്പോയി. പിന്നെ അധികം ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കാണ്ട് വേണ്ടി ഇവിടെ നീങ്ങട്ടെ. നമ്മൾ എല്ലാം കൂടി ചുമന്ന് ഇതേ പ്ലാറ്റ്ഫോമിൽ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇനി ട്രെയിൻ അകത്ത് കയറ്റി വെക്കണം. 10 മണി ആവാറാവുന്നുള്ളൂ. പ്ലാറ്റ്ഫോം നമ്പർ 6 അല്ലെങ്കിൽ 7 അങ്ങനെ വരും എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടുന്ന് പ്ലാറ്റ്ഫോം നമ്പർ മാറിപ്പോയി കഴിഞ്ഞാൽ ഞാൻ ശരിക്കും തെണ്ടും. അപ്പോൾ ഇനി ട്രെയിൻ വരട്ടെ, ട്രെയിനകത്ത് കയറ്റിയിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ട്രെയിനിനകത്ത് കയറി സൈക്കിൾ സാധനങ്ങളൊക്കെ സൈക്കിൾ ഇതിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് പുറത്താണ്. പിന്നെ ടെൻറ്റ്, നമ്മൾ സ്ലീപ്പിംഗ് ബാഗ് ഒക്കെ കുറച്ച് 2-3 മച്ചാന്മാരെ കെട്ടിയിട്ടുണ്ട്. മലപ്പുറത്തുള്ളതാണ്. കൊല്ലം ആള് കായംകുളം, മറ്റാളോ കായംകുളം. അപ്പോൾ അത് ടിക്കറ്റ് കൺഫേം ഒന്നല്ലായിരുന്നു. ഇവരുടെ കൂടി സാധനങ്ങളൊക്കെ സേഫായിട്ട് വെച്ചു. ഒന്ന് എന്തായാലും ടിക്കറ്റ് കൺഫേം ആവണ വരെ ഇവരുടെ കൂടെ അങ്ങ് കൂടും. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ നിങ്ങൾ നേരെ ഗോവക്കല്ലേ? എങ്ങനെയുണ്ടായിരുന്നു മുംബൈക്ക് ഇറങ്ങിയിട്ട്? പക്ഷെ ഞാൻ എവിടെ ഇറങ്ങിയില്ല. ഞാൻ പെട്ടെന്ന് മുംബൈ വന്നു, അവിടെ നേരെ ഇങ്ങോട്ട് പോന്നു. ഇനി നേരെ നാട്ടിൽ നമുക്കും പരിചയപ്പെടാൻ പറ്റിയത് സന്തോഷം. തള്ളി മറിച്ചിട്ടുണ്ടോ ബാക്കിൽ? അല്ല നമുക്ക് ശരിക്കും നിങ്ങളെ കണ്ടപ്പോ ഉണ്ടല്ലോ സംസാരിച്ചപ്പോ ഇൻസ്പിറേഷൻ തോന്നി. അല്ല ഇത് നമ്മള് കുറെ ജോലി എടുക്കുന്നത് ഇങ്ങനെ ഒരു. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടുന്നുള്ള യാത്ര പൊളിക്കാം. അതുവരെ അവിടുന്ന് ഉറക്കമില്ലല്ലോ, ഫുൾ ഓണല്ലേ. അങ്ങനെ ഒരു വലിയ യാത്രയൊക്കെ കഴിഞ്ഞു. എന്തായാലും ദൈവത്തിന് സ്തുതി, നമ്മുടെ നാട്ടിലെ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. കുറ്റിപ്പുറം സ്റ്റേഷനിലാണിപ്പോൾ. സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് ഇവിടെ നിൽക്കുന്നു. ഫ്രണ്ട്സ് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വഴിയിൽ എവിടെ എത്തിയിട്ടുണ്ട്, ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താ പറയാനുള്ളത്, വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല കിടലിന് യാത്രകളും ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് കാഴ്ചകളൊക്കെ ഉള്ള ഒരു കിടലൻ യാത്ര. അതിലൊക്കെ ഉപരി ഒരുപാട് പേർക്ക് നന്ദി പറയാനുണ്ട് ഈ യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ സഹായിച്ചതിന്. എന്താ പറയുക, അതിൽ പ്രത്യേകം പറയാനുള്ളത് നമ്മുടെയൊക്കെ വീട്ടുകാരുടെ അല്ലെങ്കിൽ നമ്മളൊക്കെ സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥനയും ഇതാണ് ഏറ്റവും മുന്നിൽ. കാരണം അവരുടെ ആ ഒരു പ്രാർത്ഥനയാണ് നമ്മളെ ഇത്രയും വലിയൊരു യാത്ര, ഒറ്റയ്ക്കുള്ള യാത്രയിൽ ഈ ഹൈവേ പോലുള്ള അല്ലെങ്കിൽ കാട്ടിലും മലയിലും മഞ്ഞിലും മരുഭൂമിയിലൊക്കെ നമ്മളെ എന്താ പറയുക ഒരു കേടുപാടും ഇല്ലാതെ കാത്തു ഇവിടം വരെ എത്തിച്ചത്. ഇവിടെ നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തി, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തായാലും ഇനിയുള്ള യാത്രകളും കാര്യങ്ങളും എങ്ങനെയാണ്, ഏത് രീതിയിലാണ് അടുത്ത സൈക്ലിങ്ങിൻ്റെ തന്നെയാണെങ്കിലും വേൾഡ് ട്രിപ്പ് എന്നുള്ളൊരു കാര്യമുണ്ട്. എത്രത്തോളം പോസിബിളാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. കാരണം ഈ ഒരു ബഡ്ജറ്റ് വെച്ചിട്ട് എന്തായാലും അത് യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊരു സ്വപ്നമായിട്ട് അവിടെ ഇരിക്കും. ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ടാസ്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വരും. എന്നിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ആ ഒരു ഓൾ ഇന്ത്യ എന്നുള്ളൊരു വേൾഡ് ട്രിപ്പ് എന്നുള്ളൊരു ഡ്രീം നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. വീട്ടിലൊക്കെ പോയിട്ട് നല്ല മീൻ കറിയും ചോറൊക്കെ കഴിക്കട്ടെ. എന്താ പറയുക, അവിടുന്ന് വരുമ്പോഴേ കുറേ ദിവസമായിട്ട് ഈ നോർത്ത് ഇന്ത്യൻ ഫുഡും കാര്യങ്ങളല്ലേ. നോർത്ത് ഇന്ത്യൻ ഫുഡ് മോശമായിട്ടല്ല, പക്ഷെ എന്നാലും നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറേ ഭക്ഷണ രീതികളും കാര്യങ്ങളും ഇടയ്ക്ക് ഒരു തോന്നലാണ്. ഉണ്ടപ്പൊരിയും പഴംപൊരിയൊക്കെ തിന്നാനുള്ള. അപ്പോൾ അങ്ങനെയുള്ള മോഹങ്ങളൊക്കെ ഒന്ന് തീർക്കണം പെട്ടെന്ന്. ഫ്രണ്ട്സ് വന്നു കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ എടുത്തിട്ട് സ്റ്റേഷൻ്റെ വെളിയിൽ ഇറങ്ങണം. അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ഞാൻ വരുമ്പോൾ തന്നെ ഒരു പോലീസുകാരൻ്റെ അടുത്ത് വന്നിട്ട് എന്തായി ഇത് പാർസൽ ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചേക്കുന്നത്, കൈ കരുതാൻ പാടില്ല, അത് ഫൈൻ വരും കാര്യങ്ങൾ. അപ്പോൾ ഇനി ഇവിടെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും പിടിക്കുമെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഫ്രണ്ട്സ് വന്നപ്പോൾ അതൊക്കെ അങ്ങോട്ട് എങ്ങനെയും ക്രോസ് ചെയ്തിട്ട് അവിടെ കൊണ്ടുവെക്കണം. എല്ലാം കൂടെ നമ്മൾ ക്രൗൺ ഇതുവരെ ഊരിയിട്ടില്ല. ഞാൻ തൂക്കി പിടിച്ച് നിൽക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഹെൽമെറ്റും വെച്ചുകൊണ്ട് നടക്കണം. പൂരം കഴിഞ്ഞ് വെടിക്കെട്ടും കഴിഞ്ഞ് വന്നേക്കുക. ഞാൻ അവിടെ നിന്ന് ലഗേജ് മൊത്തം തൂക്കി പിടിച്ച് ഇവിടം വരെ കൊണ്ടുവന്നിട്ട്
ഇറങ്ങൂ, സ്റ്റൈലായിട്ട് ഇറങ്ങൂ. റെഡി 1 2 3 ഓക്കെ. ഇതേ വന്നു. സാധനമൊക്കെ ലോഡ് ചെയ്യൂ. അസ്സലാമു അലൈക്കും. താടി പൊളിച്ച് നുഫൈൽ ആൻഡ് സഹദ് പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് 1 മണിക്കൂർ മുന്നേ പുറപ്പെട്ടു എന്ന് പറഞ്ഞ ആൾക്കാരാണ്. അപ്പുറത്തെ സാധനങ്ങളുടെ അടുത്ത് കയറ്റ്. അവിടെ എന്താ പറഞ്ഞത്, ഫ്രണ്ട്സ് ഉണ്ടായി കഴിഞ്ഞാൽ കിടക്ക് ഭാരം ചുമക്കാനൊരു കൂട്ടാന്നൊക്കെ പറഞ്ഞ് വെറുതെയാണ്. 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പൊക്കി കൊടുത്തിട്ടാണ് എത്തിയത്. അയ്യടാ അതൊന്നറിയില്ല. നുഫൈലിന് പുറത്ത് നടന്നു വന്നോട്ടോന് ഒരു കുഞ്ഞ മൂട്ട പോലത്തെ വണ്ടി കൊണ്ട് വന്നേക്കുക. അല്ലടാ ഞാൻ എവിടെ ഇരിക്കാനാ? ഞാൻ ഡ്രൈവ് ചെയ്യാം. അവിടെ ഇരിക്കേ എവിടെ? പിന്നെ ഭയങ്കര ദയനീയമായ അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ. ഇതൊക്കെ കണ്ടപ്പോൾ വരട്ടിയതിലായി. സൈക്കിൾ ഓട്ടി പോയാൽ മതിയായിരുന്നു. എടാ വേറെ എത്ര വണ്ടികളുണ്ടോ അവിടെ? പറഞ്ഞു ഈ വണ്ടി മതി ഇരിക്കാനും വേണ്ടേ? നമ്മൾ മറ്റേ വണ്ടി എടുക്കാന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഈ മതി എന്ന് പറഞ്ഞത് കൊണ്ട് എന്തായാലും നമ്മള് നാട്ടിലെത്തിയിട്ടുണ്ട്. ഉഷാറാണ് കാര്യങ്ങളൊക്കെ. എവിടെ ലേറ്റ് കാണാമല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. കുറച്ച് കാലം ഒരു ബ്രേക്ക് ഉണ്ടാവും. എത്ര കാലം എന്ന് അറിയാൻ പാടില്ല. 2 ദിവസം അത് കഴിഞ്ഞാൽ ബ്രേക്ക് കഴിഞ്ഞ് പുതിയ വീഡിയോസ്. പിന്നെ വെറും ബ്രേക്കാവും, പിന്നെ ഫുൾ ബ്രേക്ക്. അപ്പോൾ ഇനി ഇവിടെ അങ്ങോട്ട് വീഡിയോസും കാര്യങ്ങളൊന്നുമില്ല. വീട്ടിൽ പോകുന്നു, മടത്ത് ചീത്തവിളിയൊക്കെ എടുക്കുന്നു. കുറച്ച് ചോറും മീൻകറി മത്തിക്കറിയാ കഴിക്കില്ല. മതിയാ? ഞാനാണ് ഗീർ മാറ്റുന്നത്. ഇല്ല 4 അപ്പോൾ എല്ലാവരോടും പറഞ്ഞ പോലെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു.